വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. നമ്മുടെ ആമയുടെ അതായത് കുഞ്ഞിപ്പെണ്ണിൻ്റെ 28 അപ്പോൾ അതിന് ഞാനൊന്ന് ഒരുങ്ങുന്ന വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഞാൻ മാത്രമല്ല, ശിവയും കൂടി ഒരുങ്ങുന്ന വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ഗെറ്റ് റെഡി വിത്ത് അസ്സാണ് വിചാരിച്ചത്. പക്ഷേ ശിവ രാവിലെ തന്നെ നേരത്തെ കുളിച്ചു. ശിവൻ ചെറിയ ചേച്ചിയുടെ മോളിൽ ലച്ചും കൂടി അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ട് ഒരു 5 ആകുമ്പോഴേക്ക് എണീറ്റ് 6 മണിയാകുമ്പോഴേക്ക് കുളിയും കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് പ്ലാൻ ചെയ്തെങ്കിലും എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. ലച്ചും ശിവാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു സെറ്റ് മുണ്ടും അതിലേക്കൊരു സ്കൈ ബ്ലൂ ബ്ലൗസുമാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം കുറച്ച് മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ജസ്റ്റ് ചെറിയൊരു രീതിയിൽ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതെല്ലായിടത്തും ഒന്ന് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അതിനിടയിൽ ശിവ ലിപ്സ്റ്റിക് ഇടുന്നു, ലച്ച് ലിപ്സ്റ്റിക് ഇടുന്നു. മൊത്തം ക്യാമറയ്ക്ക് മുമ്പിലൊരു ബഹളമാണ്, എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഐബ്രോ പെൻസിലിൻ്റെ ബ്രഷ് യൂസ് ചെയ്തിട്ട് കൺമഷി തന്നെയാണ് കേട്ടോ. എനിക്കതൊക്കെയാണ് കംഫർട്ട്. ഞാനൊന്ന് പുരുകൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. എൻ്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ യൂട്യൂബിലും പല വീഡിയോസിലും കാണുന്നുണ്ട്. പല പല രീതിയിലാണ് ഓരോരുത്തരും ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കംഫർട്ട്. ആ ബ്രഷ് യൂസ് ചെയ്യുക, കൺമഷിയിലൊന്ന് ഡിപ്പ് ചെയ്യുക, ഒന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം കണ്ണെഴുതും. വേറെ കാര്യം മീൻസ് ഫൗണ്ടേഷൻ ഞാൻ പൊതുവെ ഉപയോഗിക്കാറില്ല. അവിടെ കണ്ടപ്പോൾ അങ്ങനെ ഉപയോഗിച്ചതാണ്. നേരെ കണ്ണെഴുതുക, പൗഡർ ഇടുക, അതൊക്കെയാണ് ശീലം. കണ്ണ് ആദ്യം എഴുതും. കൺമഷി ഉണ്ട്, അതൊന്ന് പരക്കാതിരിക്കാനാണ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാൻ പൗഡർ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ മൊത്തം പൗഡർ ഇടും, അത് മുഴുവൻ തുടച്ച് കളയും. അതൊക്കെയാണ് പൊതുവെയുള്ള ശീലം. എന്നാൽ കണ്ണെഴുതി പൗഡർ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുക. ഐലൈനർ എഴുതി അത് കഴിഞ്ഞ് ഞാനൊരു മെറൂൺ പൊട്ടാട്ടോ, ചെറിയ പൊട്ടാണ് പൊതുവേ ഇഷ്ടം. പക്ഷെ ചില ദിവസം വലിയ പൊട്ടൊക്കെ വെക്കാറുണ്ട്. ലച്ചു അതിൻ്റെ ഇടയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ സജീവമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു അതിലേക്ക് മാച്ചായിട്ടുള്ളൊരു ബ്ലൂ കമ്മൽ, സ്കൈ ബ്ലൂ അല്ല, ഡാർക്ക് ബ്ലൂ കമ്മലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിലേക്കൊരു നെക്ക് പീസ് വലുതാണ്, ലോങ് ചെയിൻ പോലെയാണ്. ഞാനിത് ഓൺലൈനിൽ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. പൊതുവെ ഞാൻ എല്ലാ സാരിയിലേക്കൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഒരു ലോങ് നെക്ലേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുടി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഫ്രീ ഹെയർ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. പക്ഷെ നമ്മളൊന്ന് 2 സൈഡിലൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊതുവെ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. നേരെയാണ് എടുത്തത്, സൈഡല്ല, നേരെ എടുത്തിട്ട് ഈ 2 സൈഡ് വന്നിട്ടൊന്ന് പിരിച്ചു കൊടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പൊതുവെ എൻ്റെ രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. നമുക്ക് 1 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുന്നേ ഉള്ളൂ, നന്നായിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്ത് 2 സൈഡും കെട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് സിന്ദൂരം ഒന്ന് തൊട്ടിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ പൊതുവേ കുറവാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ശിവയുടെ ഒരു ലിപ് ബാം ഉണ്ട്, അത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം പിന്നെ ലിപ് ബാം ചെയ്തതിന് ശേഷം ഞാനൊരു ചെറിയ രീതിയിൽ, കുറച്ചേ ഉള്ളൂ, അധികം അറിയാത്ത രീതിയിലാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു സിമ്പിളായിട്ടാണ് ഒരുങ്ങുന്നത്. വലിയ മേക്കപ്പോ കാര്യങ്ങളൊന്നും പൊതുവേ ചെയ്യാറില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.